ഷഹബാസിന്റെ മരണം കുട്ടികളുടെ ജാമ്യാപേക്ഷ തള്ളി. ദുർഗണ പരിഹാര പാഠശാലയിലേക്ക് അയക്കും. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ മരണത്തിൽ പ്രതികളായ കുട്ടികളുടെ ജാമ്യാപേക്ഷ തള്ളി. 5 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഇവരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കും. പരീക്ഷ എഴുതാനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകും. ഷഹബാസിന്റെ മരണത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിയോടും ശിശുക്ഷേമ സമിതി ചെയർപേഴ്സണോടും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിശദീകരണം തേടി. ലഹരിയും സിനിമയിലെ വയലൻസും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും സംസ്ഥാന തലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും മനോജ് കുമാർ പറഞ്ഞു. താമരശ്ശേരി ചുങ്കം പാലോറക്കുന്നിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് ക്രൂരമർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. അതേസമയം ഷഹബാസിന്റെ ഭാഗത്തുനിന്നും യാതൊരു തെറ്റും മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് MJHS സ്കൂൾ PTA പ്രസിഡന്റ് സിദ്ദിഖ് മലബാറി പറഞ്ഞു. 13-ന് തന്നെ സ്കൂളിൽ സെന്റ് ഓഫ് നടന്നിരുന്നു. അതിന് പുറമെയാണ് സ്വകാര്യ ട്യൂഷൻ സെന്റർ സെന്റ് ഓഫ് ഒരുക്കിയത്. അതിലാണ് അവർ DJ പാർട്ടി അടക്കം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിലെ വിദ്യാർത്ഥികൾ നേരത്തെ സമൂഹ മാധ്യമ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടപടിയെടുത്തിരുന്നു. ഇപ്പോഴത്തെ ഗ്രൂപ്പിനെ കുറിച്ച് വാർത്തകൾ പുറത്തു വന്നപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. സംഘർഷവുമായി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബന്ധമുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. ഷഹബാസ് ഇതിനു മുമ്പ് അച്ചടക്ക ലംഘനം കാണിച്ചിട്ടില്ലെന്ന് ഡെപ്യൂട്ടി HM P മുഹമ്മദ് ഇസ്മയിലും കൂട്ടിച്ചേർത്തു. കോരങ്ങോട് സ്കൂളിലെയും MJHSലെയും വിദ്യാർത്ഥികൾ തമ്മിൽ ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികളുടെ സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകൾ അധ്യാപകർ കയറാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയ ഗ്രൂപ്പ് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും കുട്ടികൾ സ്കൂളിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു.